ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രെയിലർ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് വയനാട് ഉരുൾപൊട്ടൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് ഏറ്റവും വലിയ ദുരന്തത്തിൽപ്പെടാവുന്ന ഒരു ദുരന്തമാണ് വയനാട് ഉരുൾപൊട്ടൽ. 30 ജൂലൈ 2024 അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫോണ് യൂട്യൂബ് തുറന്നപ്പം കണ്ട കാഴ്ചയാണ് ദുരന്തം. വാർത്ത കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു രാത്രി കൊണ്ട് ഒരു വയനാട് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം മൊത്തം ഇല്ലാതാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തം, അതായത് 5 മലയാണ് ഈ വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരി മറ്റം, അങ്ങനെ വേറൊരു മലയും കൊണ്ടുണ്ട്. അങ്ങനെ ഈ 5 മലയും കൂടെ ചേർന്നാണ് അന്ന് വയനാട് ദുരന്തം ഉണ്ടായത്. അപ്പോൾ ഈ ദുരന്തത്തിനെ പറ്റി ഒരു സിനിമ വന്നാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഞാൻ ഈ വീട്ടിലൂടെ ഷെയർ ചെയ്യുന്നതും. ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. ഇതിൻ്റെ ഒരു ട്രെയിലർ ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ എന്നാണ് സിനിമയുടെ പേര്. ഇത് ചെയ്യുന്നത്, ഈ സിനിമ ചെയ്യുന്നത് എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ പത്തനാപുരം, കൊല്ലം ജില്ലയിലെ പത്തനാപുരം. അപ്പോൾ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസ് ഉള്ള വലിയൊരു സാധനം, ഒരു ബിസിനസ് കാര്യം കൂടിയാണ്. പക്ഷേ അത് ഇറക്കാൻ പൈസ ഇല്ലെങ്കിൽ വലിയ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിനു മുമ്പ് സന്തോഷ് പണ്ഡിറ്റാണ് സിനിമ ഒറ്റയ്ക്ക് ഇറക്കി കാണിച്ചിട്ടുള്ളത്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞത് ആക്ഷേപിച്ച് പറഞ്ഞൊന്നുമല്ല. അപ്പോൾ ഒരു സിനിമ ഇറക്കുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിനെ പോസിബിൾ ആക്കാൻ കുറേ അധികം പാടാണ്. ഈ വയനാട് വയനാട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരം. ഞാൻ പറഞ്ഞ പത്തനാപുരത്ത് തന്നെയുള്ള ഒരു ചേട്ടനാണ് വിഷ്ണു സോരലയ്യ. പുള്ളിക്കാരനാണ് ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ. പിന്നെ പുള്ളിക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പുള്ളിക്കാരൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, പരിചയക്കാർ, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് അഭിനയിച്ചേക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള, വലിയ ഫെയിമൊന്നും ഇല്ലാത്ത തുടക്കക്കാരായിട്ടുള്ള കുറേ പേര് ചേർന്ന് ഇറക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം ഇവരൊക്കെ തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലർ നേരത്തെ അവർ വെളിവിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ തമ്പനയിൽ ഞാൻ കാണിക്കാം. ഇതാണ് അതിൻ്റെ തമ്പനയിൽ. അപ്പം ഈ ഒരു ട്രെയിലർ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പം തമിഴിലായാലും തെലുങ്കിലായാലും ഒക്കെ ചെയ്യുവാണെങ്കിൽ, തമിഴിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ സിനിമ കോടിക്കണക്കിന് ബജറ്റ് വരുന്നൊരു സിനിമയും കൂടിയാണ്. മുണ്ടക്കൈ ടീംസ് 2 വീഡിയോ ഈ സിനിമയുടെ വെളിവിട്ടിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ട്രെയിലറും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാമ്പുറ കാഴ്ചകളെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം. ആ സ്ക്രിപ്റ്റിൻ്റെയും പിന്നെ അത് മാത്രമല്ല, ഈ മുണ്ടക്കൈ ദുരന്തം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലൊക്കേഷൻ അതിൻ്റെ ഏറ്റവും ഫേമസ്. വയനാട് നിങ്ങൾക്കറിയാലോ, നല്ല പ്രകൃതി ഭംഗിയൊക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലം കൂടിയാണ് വയനാട്. അപ്പോൾ അത് ചിത്രീകരിക്കാൻ നല്ലൊരു ലൊക്കേഷൻ വേണം. ഇതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളത് വാഗമൺ, ഇടുക്കി, ചിത്രാഞ്ജലി, തിരുവനന്തപുരം സ്റ്റുഡിയോയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നാമ്പുറ കാഴ്ചകൾ ആയിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ. അത് എനിക്ക് ആദ്യം ശങ്കറാണ് ഈ ഒരു സ്റ്റൈല് കൊണ്ടുവന്നത്. അതായത് ശങ്കറിൻ്റെ സിനിമ അറിയാമല്ലോ, ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാമ്പുറ മേക്കിംഗ് വീഡിയോയ്ക്കകത്ത് തന്നെ അതിൻ്റെ സെറ്റ് വർക്ക് തന്നെ കാണിക്കാനും ശങ്കർ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേപോലൊരു വീഡിയോ മുണ്ടക്കൈ ടീംസും വെളിവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ അറിയാം ഇവർ എടുത്തേക്കുന്ന എഫേർട്ട് എന്തൊക്കെയാണെന്ന്. എഫേർട്ട് നല്ല രീതിയിൽ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കൂടാതെ ബജറ്റ് ഇവർ തന്നെയാണ് ഇതിൻ്റെ ബജറ്റും ചെയ്തേക്കുന്നത്. കാരണം ഇവരുടെ ആ ഒരു വീഡിയോയിൽ, മേക്കിംഗ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ സിനിമയിൽ കയറാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഇപ്പം മലയാളത്തിൽ അറിയാം, നെപ്പോട്ടിസം ആയതുകൊണ്ട് അവരുടെ ആൾക്കാരെ മാത്രമേ ഇറക്കത്തുള്ളൂ. അപ്പോൾ ഇവർ ഓരോ ചാൻസ് ചോദിച്ച് വർഷങ്ങൾ കൊണ്ട് നടന്ന് ഒന്നും ആവാൻ പറ്റാത്തതുകൊണ്ട് ഇവർ തന്നെ ഇറക്കുന്ന സിനിമയാണ് മുണ്ടക്കൈ. അപ്പോൾ ഇതിൻ്റെ എഫർട്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ സിനിമ മുണ്ടക്കൈയിൽ എന്ന് പറഞ്ഞാൽ ഈ വയനാട് ദുരന്തം, അതിപ്പോൾ അറിയാലോ, മഴ സമയമാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെ ഷൂട്ടിംഗ് നടത്തിയത് വേനൽ സമയത്ത് അത്രയും എഫേർട്ട് ഇട്ടിട്ട് വെള്ളം കിട്ടാൻ ഭയങ്കര പാടാണ് വേനൽക്കാലത്ത്. അപ്പോൾ അങ്ങനെ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് പമ്പ് ചെയ്ത് പിന്നെ ആ ഒരു ലൊക്കേഷൻ, അതായത് അതേപോലെ മണ്ണ് ചെളിയാക്കി എടുക്കാൻ അവർ കിടന്ന് കഷ്ടപ്പെടുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ വീഡിയോയിൽ അവർ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം അവർ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു വിജയം. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ ആ പടം എല്ലാവരോട്ടും എത്തത്തില്ല. ഇപ്പോൾ തന്നെ ഈ മുണ്ടക്കൈ ടീംസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ
ഈ ഒരു പടം നല്ലൊരു പ്രസ് മീറ്റ് കൊടുത്തിട്ട് റിലീസാക്കുക. പിന്നെ ഇത് IFFKയിലൊക്കെ പ്രദർശിപ്പിക്കാൻ നല്ലൊരു സിനിമയും കൂടി. അതായത് സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ട്, ഞാൻ സിനിമയൊന്നും കണ്ടിട്ടില്ല. സിനിമ ഇറങ്ങുമ്പോൾ എന്തുമായാലും ഞാൻ അതിൻ്റെ റിവ്യൂ ഇടും, അത് ഷുവറാണ്. അപ്പം ഇതൊക്കെ IFFKയിലൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റിയ സിനിമകളാണ്. കാരണം ഇതിനകത്ത് അവർ ഇപ്പം എവിടെങ്കിലും എല്ലാം നല്ലതായിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ ഇത് ഫോൾട്ട് വന്നാലും അത് സിനിമയെ നല്ലോണം ബാധിക്കും. എന്തുമായാലും പറയാനുള്ളത്, മുണ്ടക്കൽ ടീംസിന് പറയാനുള്ളത്, ഇത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഇറക്കാൻ നോക്കുക, എല്ലാവരിലോട്ടും എത്തിക്കാൻ നോക്കുക. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നോക്കുക, എൻ്റെ ട്രെയിലർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അപ്പോൾ ഇതെന്തുമായാലും കേരളത്തിലെ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള പ്രൊമോഷൻ വേണം. നല്ലൊരു പ്രസ് മീറ്റ്, അതായത് നല്ലൊരു ഇൻ്റർവ്യൂ കൊടുക്കണം. ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇതിനകത്ത് വലിയ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ എല്ലാവരിലും എത്തണമെങ്കിൽ മലയാളത്തിൽ നല്ലൊരു അറിയപ്പെടുന്ന ഒരു ആക്ടറെ കൊണ്ട് ഈ ഒരു പടം പ്രൊമോട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഇതിൻ്റെ എന്തെങ്കിലും അവരെ പറ്റി എന്തെങ്കിലും ഈ ഒരു സിനിമയെ പറ്റി പറയുന്നതോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇറക്കിയ ഈ ഒരു പടം കുറച്ച് പേരിലും കൂടെ എത്തും. കുറച്ചെന്ന് പറഞ്ഞാൽ കുറേ അധികം പേരിലോട്ട് എത്തിക്കും. ഞാനൊരു ആക്ടറുടെ പേര് പറയുന്നതെങ്കിൽ ടൊവിനോയോ ഒക്കെ, അങ്ങനെയൊക്കെയുള്ള ആക്ടറുണ്ടല്ലോ, അതായത് ചെറുപ്പക്കാരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്ടർമാരെ ആയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞാൽ കൂടുതൽ പേരിലോട്ട് എത്തിക്കും. ഈ മുണ്ടക്കൽ ദുരന്തത്തിൻ്റെ കൂട്ട് വേറൊരു പടം കൂടി വന്നിട്ടുണ്ടായിരുന്നു 2018. അത് അവർ ലിമിറ്റഡ് ബഡ്ജറ്റ്, എൻ്റെ മേക്കിംഗ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ചാണ് ആ പടം ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അത്രയും പോലും എക്സ്പെൻസ് ഈ ഒരു പടത്തിനില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കാണാനും, ഇപ്പം നമ്മൾ ഈ ട്രെയിലറിൽ കാണുന്നതൊന്നും അല്ല. നമ്മൾ ആദ്യ ദിവസം തിയേറ്ററിൽ പോയി ഇരുട്ടത്ത് ഒരു സ്ക്രീനിൽ കണ്ടിട്ട് തീരുന്നതാണ് സിനിമ. ആ ഒരു സിനിമ കണ്ടിട്ടേ നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുമായാലും ഇത് ഹിറ്റായ ചരിത്രം. പിന്നെ ഇതിനകത്ത് ഒരു അവാർഡ് ഇതിനൊക്കെ പരിഗണിക്കാൻ പറ്റിയ സിനിമയും കൂടെ ആയിട്ട് ഇത് തോന്നി. പിന്നെ എനിക്ക് ഇതിനകത്ത് ഫോൾട്ട് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് 2-3 വാചകങ്ങൾ പറയുന്നുണ്ട്. അത് ഡയലോഗ് ഒക്കെ അത് ഞാനൊന്നും പറയുന്നില്ല. അതിപ്പം ഇനി സിനിമ ജൂലൈയിലാണ് ഇറങ്ങുന്നത്. അതിനകത്ത് 2ാമത്തെ വീഡിയോയ്ക്കകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം ഞാനും ഇത് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തുമായാലും ഈ ഒരു പടം നല്ലൊരു വിജയമാവട്ടെ. എൻ്റെ നാട്ടിൽ, അതായത് പത്തനാപുരം ഏരിയയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതേപോലൊരു പടം ഒരാൾ ഡയറക്ഷൻ ചെയ്ത്, ഇപ്പം സെൻസർ ബോർഡ് ഞാൻ കൊടുത്ത് ഇറക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇത് പത്തനാപുരം ഏരിയയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എഫേർട്ട് ഇട്ട് ഒരാൾ വരുന്നത്, സന്തോഷ് പണ്ഡിറ്റിന് ശേഷം. അപ്പോൾ ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ കുറ്റം പറഞ്ഞൊന്നുമല്ല, അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഷോർട്ട് ഫിലിം ആയാലും അത് എടുക്കുന്നവർക്ക് അതിൻ്റെ എഫക്റ്റ് വലുതാണ്. അപ്പോൾ 2.5 മണിക്കൂറുള്ള ഒരു സിനിമ ഇറക്കണമെങ്കിൽ എന്താ പാടാണെന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഷോട്ട് എടുക്കാൻ തന്നെ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പം അത്രയും എഫേർട്ട് എടുത്ത് ഒരു സിനിമ ഇറക്കാൻ പോവാം. ഞാനും ഈ ഒരു പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ജൂലൈയിലാണ് റിലീസ്. അവർ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. എന്തായാലും ഞാനും ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഈ ഒരു ചാനലിൽ ഇടും. അപ്പം കൂടുതൽ പേരിലോട്ട് പടം എത്തട്ടെ, നല്ലൊരു വിജയമാവട്ടെ. അപ്പം ഓൾ ദി ബെസ്റ്റ് വിഷ്ണു, മുണ്ടക്കൽ ടീംസ് ആൻഡ് വിഷ്ണു സോറല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.